ആലപ്പുഴ ജിംഖാന ഇന്നലെ രാത്രിയിലെ ഷോയ്ക്കാണ് പോയി കണ്ട. അതും ഹൗസ്ഫുൾ ആയിരുന്നു. വലിയ ആക്ടേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ കുറച്ച് ചെറുപ്പക്കാരെ വെച്ച് മാത്രം എടുത്ത ഒരു കൊച്ചു സിനിമ. എന്നിട്ടും ഇത്രയധികം ഓഡിയൻസിനെ അവർക്ക് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ ആ ഒരു സിനിമയുടെ മേക്കേഴ്സിന്റെ മേലിലുള്ള ഒരു വിശ്വാസം തന്നെയാണ്. ഈ സിനിമ കൊടുത്ത ഒരു ഹൈപ്പിനോ അത് കൊടുത്ത പ്രമോഷനോ അത്രയ്ക്കുള്ള ഒരു പടമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഞാനിതിന്റെ ട്രailer-ഉം പ്രമോയൊക്കെ കണ്ട് കുറച്ച് ഓവർ എക്സ്പെക്ടേഷനിൽ പോയതുകൊണ്ടാകും എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയില്ല. ഒരു നോർമൽ സ്പോർട്സ് മൂവി പോലെയാണ് എനിക്ക് ഈ ഒരു സിനിമ ഫീൽ ചെയ്തത്. തല്ലുമാലയൊക്കെ എടുത്ത ഡയറക്ടറിൽ നിന്നും കുറച്ചുകൂടെ പ്രതീക്ഷിച്ചാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. പക്ഷെ അത്രയ്ക്കൊന്നും സിനിമയിൽ നിന്നൊന്നും തന്നെ എനിക്ക് കിട്ടിയില്ല. എങ്കിലും ഒട്ടും തന്നെ ബോറടിപ്പിക്കാത്ത ഒരു യൂഷ്വൽ സ്പോർട്സ് ഡ്രാമ ഫ്ലിക്ക് ആയിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ ഫീൽ ചെയ്തത്. സിനിമ പ്ലെയിൻ ആയിട്ടാണ് പോകുന്നത്. പിന്നീട് കോച്ചായിട്ട് വരുന്ന ലുക്മാന്റെ ക്യാരക്ടറൊക്കെ വളരെയധികം വീക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രോപ്പറായിട്ട് ആ ഒരു ക്യാരക്ടറിനെ യൂട്ടിലൈസ് ചെയ്യാത്ത പോലെ ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കോമഡി സീൻസ് ഒക്കെ എനിക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ നല്ല രീതിയിൽ വർക്കൗട്ട് ആകുകയും ചെയ്ത്. ഓവറാള് നമ്മൾ സ്പോർട്സ് മൂവിയിലൊക്കെ കാണുന്ന പോലെ വലിയൊരു ഇമ്പാക്ട് ചെയ്യുന്ന ക്യാരക്ടറൈസേഷൻ ഒന്നും ഈ ഒരു മൂവിയിലില്ല. ചില സമയത്തും ചില സീനിലൊക്കെ ചില ക്യാരക്ടേഴ്സ് വന്ന് സ്കോർ ചെയ്തങ്ങ് പോകും. അല്ലാത്ത സമയത്ത് സിനിമ വളരെയധികം പ്ലെയിൻ ആയിട്ടാണ് പോകുന്നത്. ഒരു നോർമൽ സ്പോർട്സ് മൂവി പോലെ നമുക്ക് ഫീൽ ചെയ്യും. സിനിമയുടെ ഹൈലൈറ്റ് ബോക്സിംഗ് ആണ്. അതൊക്കെ പരമാവധി കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ തല്ലുമാലയിൽ കണ്ട പോലുള്ള ആ ഒരു എഡിറ്റിംഗ് പാറ്റേണോ ആ ഒരു സൗണ്ട് എഫക്ട്സോ ഒന്നും തന്നെ ഇതിലില്ല. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അവർ ഇതിൽ പിടിച്ചേക്കുന്നത്. ഈ ഒരു സിനിമ കംപ്ലീറ്റ്ലി കാണുന്നവരുടെ പേഴ്സ്പെക്റ്റീവ്സിനനുസരിച്ച് ഇരിക്കും. ഞാൻ കണ്ട ഒരു പേഴ്സ്പെക്റ്റീവ്സിലായിരിക്കില്ല നിങ്ങൾ ഈ ഒരു സിനിമ കാണുന്നത്. തല്ലുമാല സിനിമയുടെ ഡയറക്ടറിന്റെ കയ്യിൽ നിന്നും അടുത്ത ഒരു സിനിമ വരുമ്പം, അതും ഇത്രയും നല്ല ക്രൂ ഒക്കെ ഉണ്ടായിട്ടും കംപ്ലീറ്റ്ലി ഒരു സ്പോർട്സ് മൂവിയാണെന്നൊക്കെ പറയുമ്പം ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് സാധനങ്ങൾ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് മിസ് ചെയ്ത്. ഓവറാൾ സിനിമ ഒരു മോശമല്ല. വൺ ടൈം വാച്ചിന് വേണ്ടിയുള്ള എല്ലാം സിനിമയിലുണ്ട്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.